അതായത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കമ്പ്യൂട്ടർ മോണിറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു LCD മോണിറ്ററാണ്. ഇതൊരു 10-12 വർഷം പഴക്കമുള്ള ഒരു മോണിറ്ററാണ്. ഇത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മേടിച്ച ഒരു മോണിറ്ററാണ്. ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ആ സമയത്ത് മേടിച്ചൊരു മോണിറ്ററാണ്. ഇപ്പോൾ ഒരു 10-12 വർഷമായി. കുറേ നാൾ ഇത് ഉപയോഗിക്കായിരുന്നു. ഇപ്പം ജസ്റ്റ് ഞാനൊന്ന് നോക്കിയതാണ്. അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഓൾറെഡി പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ടോപ്പിക്ക് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഇതിലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ മോണിറ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഈ മോണിറ്റർ ഇങ്ങോട്ട് എടുത്ത് വെച്ച് മാറ്റി. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു LCD മോണിറ്ററാണ്. അപ്പോൾ LCD മോണിറ്റർ പറയുന്നതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പ് പറയണം. ഈ മോണിറ്റർ LCDയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് വേറൊരു മോണിറ്റർ ഉണ്ട്. അത് കഴിഞ്ഞാണ് LCDയിലോട്ട് വന്നത്. അത് കഴിഞ്ഞാണ് LED വന്നത്. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് LED ആണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന TV ഒക്കെ കൂടുതൽ പേര് ഉപയോഗിക്കുന്ന LED ആണ്. LED എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി ഒക്കെ കാണും. അതുപോലെ പിക്ചർ കുറച്ച് ബ്രൈറ്റ്നസ് ആയിട്ടൊക്കെ കാണാൻ സാധിക്കുന്നു LED മോണിറ്ററിൽ. പക്ഷേ അതിന് കോസ്റ്റ് കുറച്ച് കൂടുതലാണ് LED മോണിറ്റർ എന്ന് പറഞ്ഞാൽ. LCDക്ക് അത്രയും കോസ്റ്റ് ആവത്തില്ല. അപ്പോൾ ഈ മോണിറ്റർ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് ഈ മോണിറ്റർ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഇപ്പം മോണിറ്റർ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇടുന്നു. ആ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറി കാണുന്നു, എൻ്റെ ഒരു വീഡിയോ കാണുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ കാണുവാണ്, ഒരു വിഷ്വൽ കാണുവാണ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു വിഷ്വൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഔട്ട്പുട്ട് ഡിവൈസിനെയാണ് മോണിറ്റർ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഹാർഡ്വെയർ എന്നും പറയാം. ഹാർഡ്വെയർ എന്ന് പറയാൻ കാരണം എന്താ, നമുക്കിത് കാണാൻ സാധിക്കുന്ന ഒരു ഡിവൈസാണ്. ദ ഫിസിക്കൽ കമ്പോണൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ ദാറ്റ് യു ക്യാൻ സീ ആൻഡ് ടച്ച് ഈസ് കോൾഡ് ഹാർഡ്വെയർ എന്നാണ് പറയുന്നത്. അതൊരു ഫിസിക്കൽ കമ്പോണൻ്റ് ആണ്, നമുക്കിത് കാണാൻ സാധിക്കുന്നു, തൊടാൻ സാധിക്കുന്നു. അതിന് ഹാർഡ്വെയർ എന്ന് പറയും. ഇതൊരു ഔട്ട്പുട്ട് ഡിവൈസാണ്. മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈസാണ്. അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? വിഷ്വൽ, അതായത് വിഷ്വൽ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി. ഇപ്പോൾ TV നമ്മൾ എന്തിനു വേണ്ടിയാണ് വിഷ്വൽ കാണാൻ വേണ്ടിയില്ലേ? അപ്പം ഇതൊരു വിഷ്വൽ കാണാൻ വേണ്ടി, ഒരു ഔട്ട്പുട്ടായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വേറൊരു പേരിലേക്ക് അറിയപ്പെടുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്നു.